എന്തിനാ എന്നെ പെണ്ണുപിള്ളെ കയറി പിടിച്ച? സാരി എനിക്ക് ഇഷ്ടപ്പെട്ട്. സാരി ഇഷ്ടം പറഞ്ഞ പെണ്ണുപിള്ളെ കയറി പിടിക്കും നീ? എന്റെ ഭാര്യക്ക് ഇതേണക്കൊരു സാരി ഉണ്ട്. ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യയാണെന്ന്, അതുകൊണ്ട് ഞാൻ പിടിച്ച്. എന്ത് ചേട്ടനാണ് ഇനി കേരളം ഭരിക്കാൻ പോണത്. ഞാൻ പാർട്ടിയിലൊന്നും ഇല്ല, സ്വതന്ത്രമായിട്ട് വേണമെങ്കിൽ നോക്കാം. അതൊന്നുമല്ല, ചേട്ടൻ ഒരു സ്പെഷ്യൽ ബോൺ ടാലന്റ് ഉണ്ട്. ചേട്ടൻ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇരട്ടാട്ടെന്ന് വെച്ചാ എന്താ? ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള കഴിവ് ഉണ്ട്. ആ കഴിവ് എനിക്കുണ്ട്. ആളുകളെയൊക്കെ വെറുതെ അസഭ്യം പറഞ്ഞു കളയും, വെറുതെ അടിക്കും. ഉച്ചയ്ക്ക് ഞാൻ ഈ പുള്ളരെ ചോറ്റുപാത്രമൊക്കെ എടുത്തോണ്ട് ഓടിക്കളയും. അങ്ങനെ എനിക്കൊരു പേര് വീണു, ചോറ്. അതിനുശേഷം ഞാൻ ഈ ഉച്ചയ്ക്ക് നാട്ടിലൂടെയൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ കലമൊക്കെ എടുത്ത് അകത്ത് വെച്ചു. അവരൊക്കെ ഒരു പേടി. എക്സാക്ട്ലി. ഞങ്ങളെ ചാനലിൽ അടിച്ച് കയറണമെങ്കിൽ ഇങ്ങനെയുള്ളവർ വേണം. മറ്റേ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന അതെ നമ്മളെ പയ്യനാണ്. വെറുതെ ഇരുന്ന് പാട്ട് ഓടിക്കളയും. ഇത് കഴിവ് ഇതുപോലെ അല്ലല്ലോ. ഇനി ഞങ്ങൾ കൊണ്ട് ഇറക്കാൻ പോണ ഇദ്ദേഹത്തിനെയാ. കൂടാതെ ഇവനെ കൂടെ അങ്ങ് ഇറക്കി വിട്. അപ്പൊ സൈഡിൽ നിന്ന് പാട്ട് ഓടി റിവ്യൂ പറയും. ഇതേപോലുള്ള ഒരു വലുതായി വരണ്ടേ? അല്ല ഇതേ കണക്കുള്ള ദജ്ജാൽ പിടിച്ചവന്മാരൊക്കെ എന്തിനാണ് വലുതായി വരുന്നത്? കണ്ട ദജ്ജാലൊന്നും എനിക്കിപ്പോ പേരുണ്ട്. എടാ എനിക്ക് ഒരുപാട് പേരുകളുണ്ട്. നീ എന്നെ കയറ്റി വിടും, ഞാൻ പൊളിച്ചു തരാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് രണ്ടുപേരും കിടന്ന് അടി കുടിക്കോ? ചീത്ത വിളിച്ചാൽ അത്രയും നല്ലത്. എനിക്ക് വരാൻ പറ്റുമോ? നാടിന്റെ പഴമയുടെ പ്രതീകമായ ചീത്തകൾ ഞാൻ വിളിക്കും. ഇതാണ് നല്ലത്. നമുക്ക് ഒരുപാട് പാട്ട് വേണം. ഇതാണ് ഞങ്ങൾക്ക് ആവശ്യം. ബ്രോ 2 ചീത്ത വിളിച്ച ബ്രോ. ഓ അയ്യോ സൂപ്പർ. അയ്യോ ഇത് മതി. അയ്യേ നിന്നെ കൊണ്ടുപോയില്ലടാ, അവൻ കയറി പോയല്ല. ഇയാളെ കൊണ്ടുപോയല്ലോ വല്ല ദജ്ജാലായിട്ട്. ഇവിടുന്ന് മാറണമല്ല.